സ്ഥലം നോക്കിയത് നമ്മളെ സ്കൂളാണ്. പിന്നെ സ്പോർട്സിനോട് താല്പര്യമില്ല. സുപ്രത ഇപ്പോ ഇവിടെ ഈ ഡിസ്ട്രിക്ട് ബേസിലാണ് ചാമ്പ്യന്മാര്, അതോ ഇന്റർ റവന്യൂ അതായത് സബ് ഡിസ്ട്രിക്ട് ആയിട്ടും മണ്ഡലത്തിൽ? സുപ്രത ഫുട്ബോളിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പ്ലേയേഴ്സ് ആവണമെന്നുണ്ട് ആയിരിക്കും, പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അതാണ് മെയിൻ റീസൺ ആയിട്ട്. കേരളത്തില് ബാക്കി സ്റ്റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് പ്ലേയേഴ്സ് കൂടുതൽ. സ്പോർട്സിനെ കുറിച്ചും ഇവിടെയുള്ള അനുഭവത്തെ കുറിച്ചും അല്ലേ? ഞാൻ സ്കൂളിൽ 2000-ലാണ് ഇവിടെ വരുന്നത്. 2000 ജൂൺ 28 ഇവിടെ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 2000 ജൂൺ 28 ജോയിൻ ചെയ്ത് 2023 മാർച്ച് 31 ഇവിടുന്ന് റിട്ടയർഡായി. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ സ്കൂളിൽ സൗകര്യങ്ങളൊക്കെ കുറവാണ്, കെട്ടിടങ്ങൾ കുറവ്, ക്ലാസ് റൂമുകൾ ഒക്കെ വളരെ കുറവാണ്. ഷിഫ്റ്റായിരുന്നു ഇവിടെ സ്കൂള്. 2 നേരം, രാവിലെ 8:30 ഒരു ഷിഫ്റ്റ് 12:30 വരെ. അത് കഴിഞ്ഞാൽ 12:45 മുതൽ 5 മണി വരെ ഒരു ബാച്ച്. അങ്ങനെയായിരുന്നു അന്ന് മുതൽ. സ്പോർട്സ് നമ്മളെ കഴിയുന്ന രീതിയിൽ സ്പോർട്സ് നടത്തി കുട്ടികളൊക്കെ ജില്ലാ, സ്റ്റേറ്റ്, ദേശീയ തലം വരെ കുട്ടികൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റിലൊക്കെ ഒരുപാട് പ്ലേസ് വന്നിട്ടുണ്ട്. ഫുട്ബോള്, അത്ലറ്റിക്സാണ് ഇവിടുത്തെ മെയിൻ. നമ്മൾ രാവിലെ, ഞാനൊക്കെ ഇവിടെ വന്നതിന് ശേഷം രാവിലെ 6 മണിക്ക് ഗ്രൗണ്ടിൽ വരും. 6 മണിക്ക് ഗ്രൗണ്ടിൽ വന്ന് കുറച്ച് കുട്ടികളൊക്കെ വരും. അവർക്ക് വർക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 9:45 മുമ്പ് സ്കൂളിൽ വരും. പിന്നെ സ്കൂളിലെ പീരീഡും കാര്യങ്ങളൊക്കെ കുട്ടികളോട് കൊടുത്ത് അവരുടെ ലൈനപ്പ് ചെയ്യുക, അവരെ ചെറിയ ചെറിയ എക്സസൈസൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 4 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ 7 മണിയാവും. 4 മണി കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറ്റി കുറേ കുട്ടികളുണ്ടാകും. ഫുട്ബോള്, അത്ലറ്റിക്സ് എല്ലാ കളിയും കളിച്ച് നല്ലൊരു സ്പോർട്സിൻ്റെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെയൊക്കെയാണ് ഇവിടെ. നല്ല അനുഭവമാണ്. പിന്നെ നമ്മളെ കുട്ടികൾ, ഞാൻ പറഞ്ഞില്ലേ, ദേശീയ തലത്തിൽ വരെ നമ്മളെ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം വരെ. അപ്പോൾ സ്പോർട്സിൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്പോർട്സിലൊരു അധ്യാപകനാവണം എന്ന് ഉദ്ദേശിച്ചിട്ട് വന്ന ആളാണ്. അതിൽ താല്പര്യം തോന്നിയിട്ട് ഞാൻ ഇത് സ്പോർട്സായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പഠിച്ചതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സ്പോർട്സിൻ്റെ സ്കൂളിൽ കയറി 2 കൊല്ലം പഠിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പോർട്സിൻ്റെ പ്രത്യേക കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം 2 വർഷം ചെയ്തു. കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. അവരൊക്കെ പിന്നെ ദേശീയ തലത്തിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ, ദേശീയ തലത്തിലും സമ്മാനം വന്ന കുട്ടികളുണ്ട്. എൻ്റെ കഴിഞ്ഞ വർഷം സൗത്ത് ഇന്ത്യ സെക്കൻഡ് വന്ന കുട്ടിയുണ്ട്.